അപ്പോൾ അവിടെ നമ്മൾ തടവുക എന്നുള്ളതാണ്. മനസ്സിലായോ? ശിഖ എന്ന് പറഞ്ഞാൽ അത് വേറെ തലത്തിലേക്ക് പോകുന്നതാണ്. അതിലൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ കിട്ടുന്ന ചന്ദനം നമ്മൾ 2 കൈ കൊണ്ട് സ്വീകരിച്ച് നമ്മുടെ ഈ മോതിരം കഴിവതും ഈ തിരുമേനിമാർ ഈ ഭാഗങ്ങളിലെ ചന്ദനം ഇട്ട് തരത്തുള്ളൂ. അപ്പോൾ ആ മോതിരം വെല്ലുകൊണ്ട് തന്നെ ചന്ദനം എടുത്ത് നെറ്റി 5 സ്ഥലങ്ങളിൽ എങ്ങനെ ചന്ദനം തൊടണം എന്നാണ് നിയമം. നെറ്റി, കഴുത്ത്, ഇടത് കൈ, വലത് കൈ, ഹൃദയം എന്നീ 5 സ്ഥലങ്ങളിലെങ്ങനെ കുറഞ്ഞത് 5 സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ചന്ദനം തൊടണം എന്നുള്ളതാണ് രീതി വരുന്നത്. പിന്നെ പുഷ്പം നമുക്ക് ചില തിരുമേനിമാർ തരാറുണ്ട്. അപ്പോൾ ആ പുഷ്പത്തിൽ നമ്മൾ 2 കൈ കൊണ്ട് സ്വീകരിച്ച് 2 കണ്ണിൽ അതിൻ്റെ സ്പർശിച്ച് വലത് മൂക്കിലൂടെ ആ പുഷ്പത്തിലൊരു ചൈതന്യം ഉണ്ടാവും. നമ്മളൊരു പുഷ്പം നമ്മളെടുത്ത് ഭഗവാനിലേക്ക് അർച്ചിക്കുമ്പോൾ ആ ഭഗവാന്റെ ആ മന്ത്രപൂരിതമായ പുഷ്പത്തിൽ പ്രത്യേക ചൈതന്യം ഉണ്ടാവും. ആ ചൈതന്യത്തെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് 2 പുഷ്പവും 2 കണ്ണിൽ സ്പർശിച്ച് വലത് മൂക്കിലൂടെ ശ്വസിച്ച് നമ്മൾ ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ചെവിയുടെ പുറകിലും